നിങ്ങളുടെ പല്ലിന്റെ ഗംസിന് താഴെ ഒരു കുഴി പോലെ ഉണ്ടോ? ഇതിന്റെ പേരാണ് cervical abrasion. ഇത് ഒരു ടീത്തിൽ വരാം ഓർ മൾട്ടിപ്പിൾ ടൂത്തിൽ വരാം. ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? ഐ എം ഡോക്ടർ മാളവിക, യുവർ ഡെന്റിസ്റ്റ്. ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. 99% ഇംപ്രോപ്പർ ബ്രഷിംഗ് ഹാബിറ്റ് കൊണ്ടാണ് ഇത് വരുന്നത്. നമ്മുടെ പല്ലില് ഇനാമൽ തിൻ ആയിട്ടുള്ള പോർഷൻ എവിടെയാണെന്ന് വെച്ചാൽ ഗംലൈന്റെ താഴെയുള്ള പോർഷനിലാണ്. നിങ്ങൾ ഹാർഡായിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ, അതും ഹൊറിസോണ്ടൽ മോഷനിൽ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനാമലെ ഡാമേജ് ആയി സെർവിക്കൽ ഏരിയ എന്ന പോർഷനിൽ അബ്രേഷൻ നടക്കുന്നു. ഇതാണ് സെർവിക്കൽ അബ്രേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ സിംറ്റംസ്, ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് പല്ലില് കേടില്ലാതെ തന്നെ സെൻസിറ്റിവിറ്റി വരാനുള്ള ചാൻസ് നല്ലപോലെ ഉണ്ട്. സെക്കൻഡ് സിംറ്റം എന്ന് പറയുന്നത് ഇത് കുഴി പോലെ ആയതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ഫുഡ് ഇമ്പാക്ഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തേർഡ് വൺ, ഇത് ഫ്രണ്ടിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്മൈൽ ചെയ്യുമ്പോൾ തന്നെ ആ സെർവിക്കൽ അബ്രേഷൻ ആയിട്ടുള്ള ടൂത്ത് വളരെ ഈസി ആയിട്ട് തന്നെ കാണാൻ പറ്റും. സോ നമുക്ക് തന്നെ ചിരിക്കുമ്പോൾ അതൊരു ഓക്വേർഡ് ആയിട്ട് തോന്നാറുണ്ട്. ഇനാമൽ ഡാമേജ് ആയതുകൊണ്ട് ഫുഡ് ഇമ്പാക്ഷൻ നടക്കുമ്പോൾ അവിടെ കാവിറ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫിഫ്ത് വൺ, സിവിയർ സെർവിക്കൽ അബ്രേഷനിൽ നെക്ക് ഓഫ് ദി ടൂത്ത് ഡാമേജ് ആകുമ്പോൾ നമ്മളുടെ ടൂത്ത് ഫ്രാക്ചർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹാർഡ് ബ്രഷ് യൂസ് ചെയ്യാണ്ട് സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, ഹൊറിസോണ്ടൽ ബ്രഷിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുക. അബ്രേസീവ് കണ്ടന്റ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. സോ ഇനാമൽ ഡാമേജ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്.